ഹലോ, വെൽക്കംസ് ടു ബെല്ലാസ് ഫ്ലോറിഡേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജമന്തി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ നല്ല രീതിയിൽ പൂവിടാൻ വേണ്ടി എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ വീട്ടിലുള്ള ജമന്തിയാണ് കേട്ടോ. അത് നിറയെ പൂവിട്ടുണ്ട്. ഒരു കമ്പിൽ പോലും പൂവില്ലാത്തതില്ല, അത്തരത്തിൽ നിറയെ പൂവാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇത്തരത്തിൽ പൂവ് കിട്ടും, അതിനുള്ള ടിപ്സ് ഞാൻ എന്താ യൂസ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ചാണകപ്പൊടിയും പിന്നെ കമ്പോസ്റ്റ്, പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ റോസ് മിക്സ്ചർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കുറച്ച് റോസ് മിക്സ്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ജമന്തിയിൽ ഇത്രത്തിൽ പൂവുണ്ടായിരിക്കുന്നത്. ആദ്യം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു കമ്പ് കൊണ്ടൊന്ന് കുഴിച്ചിടുക ചെയ്തിരിക്കുന്നത്, തൈ പോലും അല്ല. അപ്പോൾ ഇത്തരത്തിൽ പൂവ്, ഇതിന് നിറയെ പൂവിട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂവിടുന്നത്. നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെയിലും കൂടെ തട്ടണം കേട്ടോ ജമന്തിക്ക്. ഞങ്ങൾ തണലത്ത് വെച്ചപ്പോൾ ഇത്ര പൂവുണ്ടായിരുന്നില്ല, വെയിലത്ത് വെച്ചപ്പോഴാണ് ഇത്രയും പൂവ് വന്നത്. നമുക്കിതിന് കമ്പ് പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് ജിഫി ബാഗ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ജിഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ആദ്യം ജിഫി ബാഗ്സ് നമ്മൾ എടുക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ ഒഴിച്ച് വയ്ക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജിഫി ബാഗ്സ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാവുന്ന ഇതിനുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അത് പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചിട്ട് ചേർത്ത് വരുന്നിട്ട് ഓരോരോ ജിഫി ബാഗ്സ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക, അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം ഈ ജിഫി ബാഗ്സ് വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ കാണുന്ന പിക്കിൽ കാണുന്ന പോലെ ചേർത്ത് വരും. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് വേണ്ടത് നടേണ്ടത്. പിന്നെ നമ്മളിത് മുറിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് കമ്പ് മുറിക്കാനായിട്ട് കത്രികയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, കട്ടറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു ട്രേ യൂസ് ചെയ്യുക. കാരണം ജിഫി ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന കമ്പ് വേര് പിടിച്ചാലും പിന്നെ അത് ഇളക്കം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേ യൂസ് ചെയ്യാം. അതിന് വേണമെങ്കിൽ കുഞ്ഞ് പോട്ടും വെക്കാം ജിഫി ബാഗ്സ് വെക്കണമെങ്കിൽ. അതില്ലെങ്കിൽ കുഴപ്പമില്ല, അതിൽ തന്നെ അങ്ങനെ തന്നെ ഞാൻ വെച്ച പോലെ വെച്ചാലും മതി. അതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിച്ച് വീർത്ത് വന്നിരിക്കുന്ന ജിഫി ബാഗ് നമ്മൾ ഓരോന്നെടുത്തിട്ട് ആ ട്രേൻ്റെ ഉള്ളിൽ വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ജമന്തിയിൽ നമ്മുടെ ഏത് ജമന്തിയാണെന്ന് വെച്ചാൽ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എന്ത് ഉപയോഗിച്ച് കത്രിക എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കമ്പ് പിടിപ്പിക്കാൻ അതിനനുസരിച്ച് നല്ല നല്ല കമ്പ് നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നതാവും നല്ലത്, അധികം വാടാത്തതും കരിയാത്തതും. ഇനി ഈ പൂവിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. പൂവും മൊട്ടൊന്നും ആവശ്യമില്ല, അതൊക്കെ നമ്മൾ മുറിച്ച് കളയണം. നമുക്കൊരു വിഷമം ഉണ്ടായിരിക്കില്ലേ മുറിച്ച് കളയാൻ? എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, എന്നാലേ പെട്ടെന്ന് ഇലകളൊക്കെ വരുള്ളൂ. ഈ കാണുന്ന പോലെ എല്ലാം മുറിച്ച് കളയാൻ ചില പൂകളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്, മുറിക്കാനുള്ളൊരു കൊണ്ട് വിഷമം കൊണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ട് ട്രേയിൽ ഇങ്ങനെ നമ്മൾ ജിഫിയിൽ കുറച്ചൊരു ഹോളിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക. നല്ല രീതിയിൽ അത് അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിപ്പോവും, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എടുത്ത് വയ്ക്കുക. ഇതിൻ്റെ പുതിയ വേര് പിടിച്ചത് ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ കാണിച്ചു തരും. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ പുതിയ വന്ന ജമന്തി. ഈ ജമന്തികളൊക്കെ എങ്ങനെയാണ് ഞാൻ വേറെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, പോട്ടിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ജമന്തി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് കളേഴ്സ് ഉണ്ട് ഇതിൽ. ഒരു പോട്ടിൽ തന്നെ 1, 2, 3 കളേഴ്സ് ഉള്ളതുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മാറ്റി മാറ്റി വെക്കണം. അപ്പോൾ ഹൈബ്രിഡ് ജമന്തികളാണിത്. ഇതെങ്ങനെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നു, വലുതാക്കി എടുക്കുന്നു നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ വീട്ടിലെ ജമന്തി. കണ്ടില്ലേ, പൂവിട്ടിരിക്കുന്ന എല്ലാ കമ്പിലും പൂവുണ്ട് ജമന്തിയിൽ, ഒരു കമ്പ് പോലും പൂവിടാത്തതില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര ടിപ്സൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളും ചെയ്ത് നോക്കുക. വേറെ ഒന്നും വേണ്ട, കുറച്ചൊന്ന് വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചാൽ മാത്രമേ പൂവ് ഇത്ര വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പൂവ് കിട്ടില്ല. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വളം ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ചാണകപ്പൊടി എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ കുറച്ച് റോസ് മിക്സ്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ വെള്ളാണ്ട് ഹൈബ്രിഡ് ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാത്തതിന് ആവശ്യത്തിന് വെള്ളം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്തതിൽ വരുന്നതാണ്. അതുവരേക്കും ബായ്.